പക്ഷെ എനിക്കിവിടെ പറയാനുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ ആ ഒരു പേഴ്സണെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു. അവരൊന്ന് വിഷമിച്ചാൽ മതി, നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത ഒരു സാധനം അധികം നാളത്തേക്ക് നിലനിന്ന് പോകാൻ പോണില്ല. ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും, മൈ വേ ബൈ കല്യാണി എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനലിൽ. അപ്പോൾ ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, നിങ്ങൾക്കറിയാം. കാരണം അത് അത്രയും വൈറലാണ്. ഞാൻ എവിടെ നോക്കിയാലും, ഇപ്പോൾ ഇൻസ്റ്റ നോക്കിയാലും പിന്നെ ഇപ്പോൾ യൂട്യൂബ് നോക്കിയാലും ഒക്കെ പുള്ളിക്കാരി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും സംഭവങ്ങളും ഒക്കെ വെച്ചിട്ട് ഉള്ള ട്രോൾസും അല്ലെങ്കിൽ റിയാക്ഷൻസും അങ്ങനെയൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കേസുകളിലൊന്നും ഞാൻ ഇടപെടാറില്ല. കാരണം എൻ്റെ ചാനൽ എന്ന് പറയുന്നത് അങ്ങനെ ഒരു റിയാക്ഷൻ ചാനലോ ഇങ്ങനത്തെ കാര്യങ്ങളിട്ട് പറയുന്ന, അങ്ങനത്തെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് അങ്ങനത്തെ കോണ്ടൻറ്റ്സ് ഉണ്ടാക്കി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല ഞാൻ ചെയ്യാറ്. പക്ഷേ ഇത് ഇവിടെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും, ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യുന്നുമില്ല, ആരെയും ഞാനൊരു മോശമായിട്ട് ചിത്രീകരിക്കുന്നുമില്ല. പക്ഷേ എന്തുകൊണ്ട് കല്യാണിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു? ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതിന് മുന്നേ ഒരു ഇതിന് മുന്നേ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. കല്യാണിയെ അങ്ങനെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആദ്യം. കല്യാണിയുടെ വീഡിയോസ് ഒന്നും കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് റാൻഡംലി ഫീൽഡിൽ വരുന്നു, കണ്ടുപോകുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇതുപോലെ ഒരു വീഡിയോ കണ്ടത്, ഒരു സൺസ്ക്രീനിൻ്റെ പ്രശ്നം. അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വൈറ്റ് കാസ്റ്റ് ഉള്ള ഒരു സൺസ്ക്രീൻ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ആ വൈറ്റ് കാസ്റ്റ് ഇരിക്കെ ചെയ്ത് ആ ഒരു സൺസ്ക്രീനിന് വൈറ്റ് കാസ്റ്റ് ഇല്ലയെന്ന് പറയുമോ, അങ്ങനെ എന്തോ ആണ് വലിയൊരു സംഭവത്തിലേക്കൊക്കെ പോയത്. പക്ഷേ ഇവിടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ശരിക്കും കല്യാണി മാത്രമാണോ ഈ പ്രൊമോഷൻസ് ചെയ്യുന്നത്? ഇത് നിങ്ങൾക്കറിയാം, ഇതൊക്കെ പെയ്ഡ് പ്രൊമോഷൻസ് ആണ്. ബ്രാൻഡുകൾ നമ്മളെ അപ്രോച്ച് ചെയ്യും, അവർ പറയുന്ന ഇതനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോസിലാണ് കൂടുതലും നമ്മൾ ഇങ്ങനത്തെ പ്രൊമോഷൻസ് കാണുന്നത്. നിങ്ങൾ ലോങ് വീഡിയോസിൽ പ്രൊമോഷൻസ് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, കുറവായിരിക്കും. അപ്പോൾ ഈ ഷോർട്ട് വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷോർട്ട് വീഡിയോസ് നമ്മൾ ലോങ് വീഡിയോസിൻ്റെ അത്രയും പേയ്മെൻറ്റ് കിട്ടില്ല. പക്ഷേ ആൾക്കാർക്ക് കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ്, എളുപ്പമുള്ളതുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ, കൂടുതലും ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നത് ഷോർട്സിലാണ്. കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടാൻ കുറച്ചും കൂടെ ചാൻസ് ഉള്ളത് ഷോർട്സിലാണ്, ഡെയിലി പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു 1K വ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് കുറവായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറയാം, ഒരു 1 lakh ഉള്ളൊരു നിങ്ങളുടെ ഒരു ഷോർട്ടിൻ്റെ വ്യൂസ് എന്ന് പറയുന്നത് കിട്ടുന്ന പേയ്മെൻ്റ് എന്ന് പറയുമ്പം ഒരു 1000 ഒക്കെ സംതിങ് ആയിരിക്കും ഏറെക്കുറെ. ഞാനൊരു അപ്രോക്സിമേറ്റ് വാല്യൂ ആയിട്ടാണ് പറയുന്നത്. അതേസമയം നിങ്ങൾക്ക് 1 lakh വ്യൂസ് കിട്ടുന്ന ഒരു ഫുൾ വീഡിയോയിലാണെങ്കിൽ നല്ല പേയ്മെൻറ്റ് കിട്ടും. ഈ ആഡ്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വീഡിയോ കണ്ട് പോകുമ്പം നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആഡ്സ് വരത്തില്ലേ? ആ ആഡിൽ കൂടാണ് ലോങ് വീഡിയോസിൽ റവന്യൂ കയറുന്നതിൻ്റെ ഒപ്പം ആഡ് റവന്യൂ കയറുന്നത്. അതല്ലാണ്ട് നമുക്ക് ഈ ഷോർട്സിൽ കൂടെ ഏൺ ചെയ്യാൻ പറ്റുന്ന, മീൻസ് ഷോർട്സിൽ പേയ്മെൻറ്റ് കുറവായിരിക്കും. എത്ര കണ്ടന്റ് എന്ന് പറഞ്ഞാൽ, എത്ര 1 million ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിനെ അപേക്ഷിച്ച് അതിന് പേയ്മെൻറ്റ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സംഭവത്തിലാണ് ഇതുപോലത്തെ പരസ്യങ്ങൾ കയറ്റി വിടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഒരു പ്രോഡക്റ്റ് ഒരു മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പം ആ സാധനം ആൾക്കാർ വാങ്ങിക്കണം, അങ്ങനെയുള്ളൊരു കൺസെപ്റ്റിലാണ് ഇതുപോലെ ക്രിയേറ്റേഴ്സിൻ്റെ അടുത്ത്. പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടി വിയിൽ പരസ്യം കാണുമായിരുന്നു. ഇപ്പോൾ ടി വി കാണുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാരും ഫോണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫോൺ യൂസ് ചെയ്യുമ്പം ആൾക്കാരിലേക്ക് കൂടുതൽ എത്താനുള്ളൊരു സോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോണാണ്. അത് പ്രത്യേകിച്ച് യൂട്യൂബിൻ്റെ ഷോർട്സ്, പിന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ റീൽസ്, അങ്ങനെ. കാരണം ആൾക്കാരുടെ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആകെ ഒരു 1 minute ഒക്കെയാണ്. അതാണ് ഈ ഷോർട്സും റീൽസൊക്കെ. അപ്പോൾ അതിലാണ് ഈ പരസ്യങ്ങളൊക്കെ, മീൻസ് ഈ പ്രൊമോഷൻസ് ഒക്കെ വരുന്നത്. അത് മിക്കവാറും ഈ ബ്യൂട്ടി പ്രോഡക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മേക്കപ്പ്, സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വിടുന്നത്. ഞാനും ഇത് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് കുറച്ച് എത്തിക്സും കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ അങ്ങനെ ചെയ്യാറില്ല, ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ കൂടുതലും സ്കിൻ കെയേഴ്സ് ഞാൻ പ്രൊമോട്ട് ചെയ്യലില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉപയോഗിച്ച് എനിക്ക് വർക്കായ സാധനം, എൻ്റെ സ്കിൻ ടൈപ്പ് ഞാൻ ആദ്യം പറയും. എൻ്റെ സ്കിൻ ടൈപ്പ് ഇതാണ്, എനിക്ക് എൻ്റെ സ്കിൻ കൺസേൺസ് ഇതാണ്, ഇതുകൊണ്ട് ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഗുണമുണ്ടായി, അതെല്ലാ സ്കിന്നിനും ചേരണം എന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. കാരണം എൻ്റെ ചാനൽ അങ്ങനത്തെ ഒരു ചാനലാണ്. എൻ്റെ ചാനലിൻ്റെ കോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടി, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ, അതാണ് ഞാൻ ചെയ്യുന്നത്. ഈ കേസിൽ കല്യാണിയുടെ എടുത്തു കഴിഞ്ഞാൽ, കല്യാണി ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രൊമോഷൻസ് ചെയ്യാറുണ്ട്. ഇന്നൊരു ദിവസം ഈ സൺസ്ക്രീനാണ് അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കല്യാണി മാത്രമല്ല, കുറേ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, കുറേ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്രയും ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മൈൻഡ് സെറ്റിൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പം മറ്റൊരാൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണം, അതല്ല ഇൻഫ്ലുവൻസേഴ്സ്. അപ്പോൾ എൻ്റെ ഇത് മനസ്സിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്. അപ്പോൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓരോ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു ബ്യൂട്ടി വ്ളോഗേഴ്സ് ആണെങ്കിൽ അവർക്ക് ബ്യൂട്ടി പ്രോഡക്ട്സ്, അവരുടെ ജോലി അതാണ്, അവർക്ക് റെക്കമെൻഡ് ചെയ്യാം. അത് ജെനുവിനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ എന്ത് ചെയ്യും, അവരോരോ വീഡിയോസ് പ്രൊമോട്ട് ചെയ്യുമ്പം അവരെ വിശ്വസിക്കുന്ന ആൾക്കാർ, എന്ന് വെച്ചാൽ അവരുടെ സബ്സ്ക്രൈബേഴ്സ്, അവരുടെ വിശ്വാസം ഉള്ളത് കൊണ്ട് ആ പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്തിട്ട് ചിലപ്പോൾ അവർക്കത് പറ്റിയെന്ന് വരില്ല. ഓരോ പ്രോഡക്ട്സും ഓരോ ടൈപ്പാണ്, അത് ഓരോ സ്കിൻ ടൈപ്പിനുള്ളതാണ്. അപ്പോൾ അതറിയാതെ ഈ വീഡിയോ കണ്ടിട്ട് പോയി വാങ്ങിച്ചിട്ട്
പണി കിട്ടും. അപ്പോൾ ഇവിടെ ഇപ്പം കല്യാണിയുടെ ഫസ്റ്റ് പ്രശ്നം അതായിരുന്നു. സെക്കൻഡ് പ്രശ്നം ഇപ്പം ഞാൻ പറഞ്ഞേണ്ട കാര്യമില്ല. ഒരു കോസ്മെറ്റിക് ഒരു ക്ലിനിക്കിൽ പോയിട്ടുള്ള ഇഷ്യൂ. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഞാനിവിടെ ചോദിക്കാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണി മാത്രമാണോ ഇത് ചെയ്യുന്നത്? കല്യാണി ഇപ്പോൾ ടാർഗറ്റഡ് ആവുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിലും ഇത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരിയുടെ കമൻറ്റ് ബോക്സ് നിറയെ പുള്ളിക്കാരിയെ അതും ഇതുമൊക്കെ പറച്ചിലും അങ്ങനെയൊക്കെ ആവും. എനിക്ക് തോന്നുന്നു ഓൾറെഡി പുള്ളിക്കാരിക്ക് നല്ല ഹെയ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പുള്ളിക്കാരി ഒരു ബ്യൂട്ടി വ്ളോഗർ അല്ല, ലൈഫ് സ്റ്റൈലാണ്. ഈ ലൈഫ് സ്റ്റൈൽ ചെയ്യുന്ന പല ആൾക്കാരും, എക്സാമ്പിൾ ഈവൻ ബോയ്സ് വരെ, ഇതുവരെ ലൈഫിൽ മേക്കപ്പ് ചെയ്യാത്ത അല്ലെങ്കിൽ ഒരു സ്കിൻ കെയറും ചെയ്യാത്ത, അതിനെപ്പറ്റി യാതൊരുവിധ ഐഡിയ ഇല്ലാത്ത ബോയ്സ് വരെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഒരു ബ്യൂട്ടി വ്ളോഗേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പരിചയമുണ്ട്. ഇപ്പോൾ സ്കിൻ കെയർ ചെയ്യുന്ന ഒരാൾക്ക് ഒരു നല്ല ഒരു ഫേസ് വാഷ് അതിനെപ്പറ്റിയൊക്കെ ഒരു ഐഡിയ ഉണ്ട്. ഇതൊന്നും അറിയാത്ത ആൾക്കാർ വന്നിട്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും ഡെർമറ്റോളജിസ്റ്റ് അങ്ങനെ ഒന്നുമല്ല, ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ആൾക്കാർ വരെ ഇത് പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. കാരണം എന്താ, നല്ല നല്ല എമൗണ്ട് കിട്ടും ഇതിൽ നിന്ന്. ഞാൻ എൻ്റെ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കും നാളെ ഇതുപോലെ ഞാൻ നല്ലൊരു ബെറ്റർ ഇതൊക്കെ ആയി, ഇപ്പോൾ എനിക്കും ഇതുപോലൊക്കെ എനിക്കും ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഓപ്പർച്യൂണിറ്റീസ് വരുവാണെങ്കിൽ തന്നെ പണി തന്ന ഒരു സാധനവും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യൂല. എനിക്ക് പണി തന്ന ഒരു സാധനവും ഞാൻ സജസ്റ്റ് ചെയ്യൂല. ഇതുപോലെ തുടക്കത്തിൽ ഒരു പ്രാവശ്യം സ്കിൻ കെയർ പ്രോഡക്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വലിയ കുഴപ്പമുണ്ടായില്ല, ഞാൻ യൂസ് ചെയ്താൽ. പക്ഷെ അതിനുശേഷം ഞാൻ തീരുമാനിച്ചു, ഇനി ഞാനിത് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സ്കിൻ കെയർ പ്രോഡക്ട്സ് കിട്ടും. അതിലൊക്കെ എനിക്ക് ഏതൊക്കെ വർക്കാവുമെന്ന് എനിക്കറിയില്ല. സ്കിന്നിൽ വരുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ വന്നാലുള്ള ബുദ്ധിമുട്ടുകൾ, നമുക്കുണ്ടാകുന്ന മാനസിക വിഷമങ്ങൾ എല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ ഒരു ഓയിലി സ്കിന്നാണ്, ആക്നെ പ്രോൺ സ്കിന്നാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ പറഞ്ഞ ഒരു ക്രിയേറ്റേഴ്സും ഒരു ദിവസം വന്ന് വീഡിയോ ചെയ്ത് പിറ്റേ ദിവസം ഭയങ്കര റീച്ച് ഉണ്ടായി രക്ഷപ്പെട്ടവരല്ല. അങ്ങനെയുള്ളവരുണ്ടാവും, പക്ഷെ ഒരു മെജോറിറ്റി വീഡിയോസ് ചെയ്ത് സബ്സ്ക്രൈബേഴ്സ് ആ വീഡിയോ കണ്ട് അങ്ങനെയൊക്കെയാണ് ഗ്രാജുവലി ഡെവലപ്പായി വരുന്നത്. അപ്പം നമ്മൾ ഡെവലപ്പായി വരുന്നതിലൊരു നല്ല പങ്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുണ്ട്. ഇപ്പം ഞാനൊരു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നു, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിൽ കുറച്ച് സമയമാണ് എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അവരത് സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ നാളെ ഒരു നല്ലൊരു ഇതിലെത്തുന്നത്. അപ്പം നമ്മൾ ആ നാളെ ഒരു നല്ലൊരു ലെവലിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരോട് നമുക്കൊരു എത്തിക്സ് ഉണ്ട്. അവരുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ വേണ്ടി തുടക്കത്തിൽ അതും ഇതൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പ്രൊമോഷൻസ് അതും ഇതൊക്കെ കിട്ടുന്നു. അതൊക്കെ വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ പോകുന്നു. നമ്മളെ കണ്ട് ചിലപ്പോൾ ഇതിൽ നന്നായിട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നല്ലതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ വേറൊരു സൈഡിലുള്ള ആൾക്കാരും ഉണ്ട്. കാണിക്കുന്ന സബ്സ്ക്രൈബേഴ്സിനോടൊരു എത്തിക്സ് കാണിക്കുക, അതാണ് ശരിക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണി തെറ്റുകാരിയാണ്, ഞാൻ പുള്ളിക്കാരെ ന്യായീകരിക്കുന്നുമല്ല. പക്ഷേ കല്യാണി മാത്രമല്ല, ഒരു കൂട്ടം ആൾക്കാരുണ്ട്. പക്ഷേ എന്തുകൊണ്ട് പുള്ളിക്കാരിയെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് ഇത് വരുന്നത്? ബാക്കി എന്തോരം ആൾക്കാർ ചെയ്യുന്നു, അവരെ ആരും അറിയുന്നില്ല. ഇതിൻ്റെയൊക്കെ അപ്പുറം പ്രോഡക്റ്റ്സ് ട്രൈ ചെയ്യുന്ന ഡെയിലി ഓരോ, അവരൊക്കെ ആൾക്കാരുടെ ഫേവറേറ്റ്സ് ആയിരിക്കും മേ ബി. അതുകൊണ്ടായിരിക്കാം ഇതിന്നും പൊങ്ങി വരാത്തത്. പക്ഷേ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആരാണെങ്കിലും, അതിപ്പം ഇപ്പം മെൻഷൻ ചെയ്ത പുള്ളിക്കാരിയാണെങ്കിലും ആരാണെങ്കിലും തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെ, അത് ആര് ചെയ്താലും. പക്ഷേ ഈ പുള്ളിക്കാരിയുടെ ഒരു സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഇത് സ്പ്രെഡ് ആവും. ഇപ്പം ഇതിൽ വന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഇന്ന പ്രോഡക്റ്റ്സ് ഒക്കെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫേസിൽ ഇത് മാറിയില്ല, നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ ഒന്നും കാണിക്കാതെ വേറൊരു സ്ഥലത്ത് പോയി കാണിച്ചു എന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. പക്ഷേ എനിക്കിവിടെ പറയാനുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ, ആ ഒരു പേഴ്സണെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എനിക്കിപ്പം ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുമെങ്കിലും ഒരാൾ പ്രൊമോഷനാണ് ചെയ്യുന്നതെങ്കിൽ എനിക്കത് ഫസ്റ്റ് കണ്ടാലേ മനസ്സിലാവും. ഞാൻ ഈ വീഡിയോ ക്രിയേഷൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ എനിക്കത് മനസ്സിലാവും. അത് സ്കിപ്പ് ചെയ്ത് വിടും. പല ആൾക്കാർ വീഡിയോയുടെ താഴെ വന്നിട്ട് അവർ ഫേവറേറ്റ്സ് ആണ്, ആ ക്രിയേറ്റേഴ്സ് ഫേവറേറ്റ്സാണ്, പക്ഷെ അവർ ചെയ്യുന്നത് പെയ്ഡ് പ്രൊമോഷൻസാണ്. അപ്പോൾ അത് ഇവർക്ക് കാണാൻ താല്പര്യമില്ല, ആർക്ക് ഈ സബ്സ്ക്രൈബേഴ്സിന്. എന്നിട്ട് അവർ വന്നിട്ട് കമൻറ്റ് ചെയ്യും, ഇന്ന പേഴ്സൺ ഇവർ ചെയ്യുന്ന പ്രൊമോഷൻസ് വീഡിയോ കാണാൻ താല്പര്യമില്ലാത്തവർ ലൈക്ക് അടിക്കുക. അപ്പോൾ ആൾക്കാർക്ക് ഓൾറെഡി അറിയാം അത് പ്രൊമോഷൻ വീഡിയോ ആണ്, ബട്ട് അവർ ഫേവറേറ്റ്സ് ആയതുകൊണ്ട് ഇതില്ല. അപ്പം ഒരാളെ മാത്രം ഇങ്ങനെ ഇതല്ലാതെ ആര് ചെയ്താലും അത് മുന്നിൽ കൊണ്ടുവരണം. പുള്ളിക്കാരി പറഞ്ഞാൽ ഞാൻ ഒന്നും ന്യായീകരിക്കുന്നില്ല. കാരണം ഒരു പ്രൊഫഷനെ പറ്റി പറയുമ്പോൾ അത് പല കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണം ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാൻ. അല്ലെങ്കിൽ അത് പല രീതിയിലും വ്യാഖ്യാനിക്കപ്പെട്ട് നമ്മൾ എയറിലാവും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു പ്രൊഫഷനെ പറ്റിയൊക്കെ പറയുമ്പം 10 പ്രാവശ്യം ചിന്തിക്കണമായിരുന്നു എന്ത് പറയണം എന്നുള്ളത്. അവരുടെ ഭാഗത്തായിരുന്നു ന്യായമെങ്കിൽ അത് ക്ലിയർ ആയിട്ട് വിത്ത് പ്രൂഫ് ഒരു വീഡിയോ ചെയ്യണമായിരുന്നു. പിന്നെ ലോങ് വീഡിയോ കൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുന്നേ ഇവർ വീഡിയോ ഇട്ട് ഭയങ്കര സീനായി. ഞാൻ എൻ്റെ റിയാക്ഷൻ വീഡിയോ ഒന്നുമല്ല, പക്ഷേ ഈ സാധനം ഒന്ന് പറയണം എന്ന് തോന്നി. ഇതിൻ്റെ കൂടെ ഞാൻ വേറെ സാധനം കൂടെ പറയാം. ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ 2-3 വീഡിയോസൊക്കെ റീച്ച് ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ കൂടുതലും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മേക്കപ്പ് പ്രോഡക്ട്സാണ്. എന്ന് വെച്ചാൽ എനിക്ക് വർക്കായ മേക്കപ്പ് പ്രോഡക്ട്സ്. എനിക്കാണെങ്കിൽ ഒരു സാധനവും എനിക്ക് ഫേസിൽ പരീക്ഷിക്കുന്നത് എനിക്ക് പറ്റാത്ത കാര്യമാണ്. കാരണം എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
ഒരു സാധനം എനിക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ അപ്പം എനിക്ക് പിമ്പിൾസ് വരും. അതിൻ്റെ എക്സ്ട്രീം ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആൾക്കാർക്ക് ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുക്കുകയില്ല. എനിക്ക് ഇൻസ്റ്റയിൽ എൻ്റെ ഈ ഒരു യൂട്യൂബിലെ വീഡിയോസൊക്കെ ഇടുന്ന പേജിൽ ഒരു 12K സംതിങ് ഉണ്ട്. അതിൻ്റെ അകത്ത് ബ്രാൻഡുകളുടെ മെസ്സേജ് വരാറുണ്ട്. അത്ര ഉണ്ടായിട്ട് തന്നെ എനിക്ക് 2-3 വീഡിയോസ് അത്യാവശ്യം റീച്ച് ആയപ്പോഴത്തേക്ക് എനിക്ക് ബ്രാൻഡ്സ് ഇങ്ങോട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നതുപോലൊക്കെ ചെയ്യണം, നമുക്കൊരു പ്രോഡക്റ്റ് കിട്ടി ഒരാഴ്ചയെങ്കിലും യൂസ് ചെയ്യാനുള്ളൊരു ടൈമൊന്നും തരുമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സ്കിൻ കെയർ വേണ്ടാന്ന് വെച്ചു. ഞാൻ സ്കിൻ കെയർ എനിക്കങ്ങനെ ഒരു ദിവസം ഇവിടെ തേച്ചിട്ട് എൻ്റെ ഇവിടെ അങ്ങ് സെറ്റായി, എൻ്റെ സൺസ്ക്രീൻ തേച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അങ്ങ് എൻ്റെ ഫേസ് സെറ്റായി, ഇതാന്നും പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ വിശ്വസിക്കുന്ന ഒരാളെങ്കിലും, ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്, എന്നെ വിശ്വസിക്കുന്ന ഒരാളെങ്കിലും അത് വാങ്ങിച്ച് പണി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി അവർ പൈസയ്ക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ അവരുടെ മുഖത്ത് അല്ലെങ്കിൽ അവർക്ക് ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സ്കിൻ പ്രോബ്ലമോ അല്ലെങ്കിൽ പല കൺസേൺസും ഉണ്ടാവും. അത് ഉദ്ദേശിച്ചിട്ട് അവർ ആ സാധനം ഉപയോഗിച്ച് അവരൊന്ന് വിഷമിച്ചാൽ മതി. നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത ഒരു സാധനം അധികം നാളത്തേക്ക് നിലനിന്ന് പോകാൻ പോണില്ല. ഫസ്റ്റ് എയിം എന്ന് പറയുന്നത് പൈസയായിരിക്കും. പക്ഷേ നമ്മളാക്കിയ കുറച്ച് ആൾക്കാരോട് നമ്മൾ കുറച്ച് അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യത്വം കാണിക്കണം. ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് പല ആൾക്കാരിലേക്ക് എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് നമുക്ക് പോലും പറയാൻ പറ്റാത്ത രീതിയിലേക്ക് പോകും. അപ്പോൾ എനിക്കിതുപോലെ പല ബ്രാൻഡ്സ്, ഈവൻ വൈറ്റനിങ് ക്രീംസ് വന്നിട്ടുണ്ട്. പിന്നെ വൈറ്റനിങ് മറ്റേ എന്തെന്നാണ് ഇതുണ്ടല്ലോ, ഗ്ലൂട്ടാത്തിയോൺ സംഭവമില്ലേ, അത് വന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ റീഡ് പോലും ചെയ്തിട്ടില്ല. കാരണം ഞാനത് പ്രൊമോട്ട് ചെയ്യൂല. ഈ ഗ്ലൂട്ടാത്തിയോൺ ആ സാധനമൊന്നും ഞാൻ ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാനതൊക്കെ ഭയങ്കര കൺസേൺഡ് ആയിട്ടുള്ള ആളാണ്. കാരണം അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സും കാര്യങ്ങളും ഒക്കെ ഞാൻ ആലോചിക്കുന്ന ഒരാളാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സാധനം ഞാൻ പ്രൊമോട്ട് ചെയ്ത ഒരാൾ അത് വാങ്ങിച്ച് എന്തെങ്കിലും പണി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതൊക്കെ വേണ്ടാന്ന് വെച്ചു. ഇപ്പോൾ എന്തെങ്കിലും മേക്കപ്പ് ഒക്കെ ആണെങ്കിൽ ഞാൻ നോക്കും. ഞാൻ ആദ്യം അവർ ആ മെൻഷൻ ചെയ്തേക്കുന്ന പ്രോഡക്റ്റ് ഞാൻ ആദ്യം പോയി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നോക്കി എനിക്ക് വർക്കാവുമോ എന്ന് ഞാൻ പോയി നോക്കും. എൻ്റെ സ്കിൻ എനിക്കറിയാമല്ലോ. അപ്പോൾ എനിക്ക് വർക്കാവുമെങ്കിൽ ഞാൻ യൂസ് ചെയ്യും. അല്ലാണ്ട് ഞാനത് സജസ്റ്റ് ചെയ്ത് കൊടുക്കൂല. അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയിൽ പറയും ഇത് ഇന്ന സ്കിന്നിനായിരിക്കും സ്യൂട്ട് ആവുന്നതെന്ന്. ഇത്രയും നാളും സ്കിന്നും ഇതൊക്കെ ഒന്ന് കെയർ ചെയ്തുകൊണ്ട് എനിക്കൊരു അത്യാവശ്യം ഐഡിയ ഉണ്ട്. ഞാനൊരു ഡെർമറ്റോളജിസ്റ്റ് ഒന്നുമല്ല. അത്യാവശ്യം ഒരു സ്കിന്നിന് എന്താ, ഇപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ ഒരു മാറ്റ് ടൈപ്പ് പ്രോഡക്റ്റ് ആയിരിക്കണം, നോൺ കോമഡോജനിക് ആയിരിക്കണം. അങ്ങനെ ഇപ്പോൾ ഡ്രൈ ആണെങ്കിൽ അങ്ങനത്തെ സ്കിൻ കൺസേൺ ഉള്ള സാധനങ്ങൾ വേണം എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. അങ്ങനെ എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരുള്ളൂ. ഈ ഒരു കാര്യം എനിക്ക് ഇവിടെ വന്ന് പറയണം എന്ന് തോന്നി. അറ്റ്ലീസ്റ്റ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മളെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ഇതൊരു വൈഡർ ഓഡിയൻസിലേക്ക് എത്തുമോ ഇല്ലയെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതുപോലത്തെ വലിയ അക്കൗണ്ടുകളിൽ ഒരുപാട് വൈഡർ ഓഡിയൻസിലേക്ക് ഇതെത്തും. ഇത് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. സോ നമ്മളെ വളർത്തിയ ആൾക്കാരിലേക്ക് കുറച്ച് എത്തിക്സ്, കുറച്ച് ജെനുവിനിറ്റി കീപ്പ് ചെയ്യുക. ഇത് കല്യാണിയെ ഞാൻ ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളിക്കാരോട് മാത്രം എന്തിനാണ് ഇങ്ങനെ ഒരു ഇതെന്നാണ് ചോദിക്കുന്നത്. ഒരുപാട് പേര് അവർ ചെയ്യുന്ന ആ ഒരു ജോണറെ ബ്യൂട്ടി സാധനങ്ങളൊന്നും അല്ല. അവർക്ക് ഇതോട്ടൊരു ബന്ധവും ഇല്ല. പക്ഷെ ഇതിൻ്റെ ആഡൊക്കെ ചെയ്യും. മീൻസ് ഈ ഫൗണ്ടേഷൻ, ലിപ്സ്റ്റിക്ക്, ഇവർ ലൈഫ് ലോങ് ഒന്നും ഈവൻ ബോയ്സ് അടക്കം ഈ പ്രോഡക്റ്റ് ഇവർക്ക് കൊടുക്കുന്നവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അത്യാവശ്യം ഓഡിയൻസ് ഉണ്ട്, സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, റീച്ച് ഉണ്ട്. അപ്പോൾ ആൾക്കാരിലേക്ക് റീച്ച് എത്തിക്കണം എന്നുള്ള. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൊടുക്കാൻ നോക്കുക. എനിക്കത്രേ പറയാനുള്ളൂ. എനിക്കിത് കണ്ടപ്പോൾ അങ്ങനെ തോന്നി. ഇപ്പോൾ ഒരുപാട് വീഡിയോസ് പുള്ളിക്കാരുടെ വരുന്നുണ്ട്. ഞാൻ പുള്ളിക്കാരെ എവിടെയും ന്യായീകരിക്കുന്നില്ല. ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഒരു അപ്കമിങ് വീഡിയോ ക്രിയേറ്റർ ആണെങ്കിൽ ഈ ഒരു സാധനം മനസ്സിൽ വെച്ചേക്കണം. നാളെ നിങ്ങൾക്ക് വലിയ എമൗണ്ടൊക്കെ ഓഫർ ചെയ്തിട്ട് പ്രോഡക്ട്സും സാധനങ്ങളും ഒക്കെ വരാം, നിങ്ങൾ നല്ല രീതിയിലൊക്കെ വീഡിയോസ് ചെയ്യുന്നവരാണെങ്കിൽ. അപ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യണം. ഇത്രേ പറയാനുള്ളൂ. വേറെ ഒന്നും നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനോ ഒന്നും ഞാൻ പറഞ്ഞതല്ല. ഇതൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. ബൈ.